മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ തൽക്കാലം അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണമെന്ന്. കേവലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയത്തിന്റെ പേരിൽ ഈ നാടിന്റെ പുരോഗതിയെ, ഈ നാടിന്റെ മതനിരപേക്ഷതയെ, ഈ നാടിന്റെ കേരള മാതൃകയെ പിന്നോട്ടടിക്കാനാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും UDF-ഉം പരിശ്രമിക്കുന്നതെങ്കിൽ അത് കണ്ട് നിശബ്ദരായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ശ്രീ AK ആന്റണിയോട് തന്നെ ശ്രീ VD സതീശൻ ചോദിച്ചു നോക്കണം, എന്താണ് ഇന്നലകളിലെ DYFIയുടെ സമരമെന്നുള്ളത്, എന്താണ് ഇന്നലകളിലെ DYFIയുടെ പോരാട്ടമെന്നുള്ളത്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത് CPM-ൻ്റെയും അവരുടെ യുവജന സംഘടനയായ DYFIയുടെയും ഒരു പ്രധാനപ്പെട്ട വനിതാ നേതാവായ ചിന്താ ജെറോമാണ്. ചിന്താ ജെറോമിൻ്റെ പ്രസംഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശകലനങ്ങളിലേക്കും ചിന്താ ജെറോമിൻ്റെ പൂർണ്ണമായ പ്രസംഗത്തിലേക്കും കടക്കുന്നതിന് മുമ്പായി പ്രിയപ്പെട്ട പ്രേക്ഷകരോട് കേരള സ്പീക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ദയനീയ പരാജയത്തിന് ശേഷവും പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കുവാൻ പോലും CPM-നും അവരുടെ പോഷക സംഘടനകൾക്കും സാധിച്ചിട്ടില്ല. ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് അവരുടെ കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രങ്ങളും രാഷ്ട്രീയ തന്ത്രങ്ങളും നേതൃനിരയിൽ അധികാരം വിട്ടൊഴിയുവാൻ കൂട്ടാക്കാതെ കടിച്ചു തൂങ്ങിക്കിടക്കുന്ന കടൽക്കിഴവന്മാരും മാത്രമല്ല, അവരുടെ യുവ നേതാക്കളെ എല്ലാവരെയും തന്നെ ജനങ്ങൾ വെറുക്കുന്നു എന്നുള്ളത് കൊണ്ടും കൂടിയാണ്. ഇത്തരത്തിൽ കേരളത്തിലെ ജനങ്ങളാൽ ഏറ്റവും അധികം വെറുക്കപ്പെട്ടിട്ടുള്ള CPM-ൻ്റെ ഒരു യുവ വനിതാ നേതാവാണ് ചിന്താ ജെറോം. അടിമുടി കാപഡ്യം നിറഞ്ഞ അവരുടെ സംസാര ശൈലിയോട് മലയാളികൾക്ക് വലിയ എതിർപ്പുണ്ട്. ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെയും പിണറായി വിജയൻ്റെയും മുഹമ്മദ് റിയാസിൻ്റെയും വീണ വിജയൻ്റെയും എല്ലാം വാത്സല്യഭാജനമായിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിന്തയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കാതിരുന്നത്, ചിന്തയെ പ്രചരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയത്. ഏതൊക്കെയാണെങ്കിലും CPM 8 നിലയിൽ പൊട്ടിയതിന് ശേഷവും ചിന്താ ജെറോമിനെ കളത്തിലിറക്കിക്കൊണ്ട് കേരളത്തിൽ കോൺഗ്രസിനെയും UDF-നെയും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശനെയും അദ്ദേഹത്തിൻ്റെ സർക്കാരിനെയും പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ CPM നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ചിന്താ ജെറോമിനെ പോലെ ഒരു വനിതാ നേതാവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒട്ടുമിക്ക DYFI ജില്ലാ സമ്മേളനങ്ങളിലും അവരെ പ്രധാനപ്പെട്ട പ്രാസംഗികയായി നിശ്ചയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ സമ്മേളനങ്ങളിൽ ചിന്ത നടത്തുന്ന തീപ്പൊരി പ്രസംഗമെന്ന് അവർ വിലയിരുത്തുന്ന പ്രസംഗം കേട്ടാൽ ഏറ്റവും അധികം സന്തോഷമുണ്ടാകുക ട്രോളർമാർക്കാണ്. അത്രമാത്രം വലിയ ഒരു കണ്ടൻറ് ഐഡിയാസാണ് ചിന്തയുടെ പ്രസംഗം അവർക്ക് സമ്മാനിക്കുന്നത്. ഏതൊക്കെയാണെങ്കിലും ചിന്താ ജെറോമിൻ്റെ ഈ കഴിഞ്ഞ ദിവസത്തെ DYFI ജില്ലാ സമ്മേളന വേദിയിലെ പ്രസംഗം അതീവ രസകരമായിരുന്നു. ഇവിടെ AK ആന്റണിക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, മുഖ്യമന്ത്രി VD സതീശന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട്, സർക്കാരിന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തങ്ങൾ സമരവുമായി തെരുവിലേക്കിറങ്ങും എന്നാണ് ചിന്താ ജെറോം പറയുന്നത്. കേരളം കത്തിക്കുന്ന സമരങ്ങൾ നടത്തുമെന്നാണ് ചിന്തയുടെ അവകാശവാദം. അതുപോലെ തന്നെ ചിന്ത ഈ പ്രസംഗത്തിൽ DYFI വർഗീയവാദികളോട് സന്ധി ചെയ്യാത്ത മതനിരപേക്ഷ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന എല്ലാ മലയാളിയും മനസ്സിൽ ഊറിച്ചിരിച്ചു പോകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഏറ്റവും വർഗീയ വിദ്വേഷം നിറഞ്ഞ പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് CPM-നെ സഹായിക്കുവാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശനെതിരെ ഇതുവരെയും ഒരു വാക്കുപോലും ഉരിയാടുവാൻ ചിന്താ ജെറോമോ അവർ പ്രതിനിധാനം ചെയ്യുന്ന DYFI എന്ന സംഘടനയോ തയ്യാറായിട്ടില്ല എന്നതിൽ നിന്ന് തന്നെ ചിന്തയുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരം എത്രത്തോളം ഉണ്ടെന്ന് മലയാളികൾ വിലയിരുത്തുന്നതിനാലാണിത്. അതുപോലെ തന്നെ ചിന്താ ജെറോം മറ്റൊരു കാര്യം പറയുന്നുണ്ട്. മെയ് 4-ാം തീയതി ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കാത്ത പരാജയമുണ്ടായപ്പോൾ കേരളത്തിലെ മതനിരപേക്ഷ സമൂഹം പൊട്ടിക്കരഞ്ഞുവെന്നാണ് ചിന്തയുടെ കണ്ടെത്തൽ. ചിന്താ ജെറോം പൊട്ടിക്കരഞ്ഞിട്ടുണ്ടാവും, പക്ഷേ കേരളത്തിലെ ഒരു മതനിരപേക്ഷ സമൂഹവും പൊട്ടിക്കരഞ്ഞിട്ടില്ല. അവർ ആവേശത്തോടു കൂടി വോട്ട് ചെയ്താണ് ഇടതുപക്ഷത്തെ, ചിന്താ ജെറോം ഉൾപ്പെടെയുള്ളവർ മുഖമായി നിൽക്കുന്ന ഇടതുപക്ഷത്തെയും CPM-നെയും അധികാരത്തിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്. പിന്നീടാണ് ചിന്തയുടെ പ്രസംഗത്തിൽ അതിലും രസകരമായ ചില പരാമർശങ്ങൾ നടത്തുന്നത്. മെയ് 4-ാം തീയതി DYFIക്കാർ പൊട്ടിക്കരയാതെ, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കാതെ, ദയനീയമായ തെരഞ്ഞെടുപ്പ് പരാജയം ഉണ്ടായിട്ടും വീടാന്തരം കയറി പൊതിച്ചോറ് വാങ്ങിക്കൊണ്ട് ആശുപത്രികളിൽ പോയി അത് വിതരണം നടത്തിയെന്ന അവകാശവാദമാണ് ചിന്താ ജെറോം മുന്നോട്ട് വെക്കുന്നത്.
കോവിഡ് കാലത്ത് DYFI നടത്തിയ സേവനങ്ങളെക്കുറിച്ചൊക്കെയാണ് ചിന്താ ജെറോം പറയുന്നത്. ഇവിടെ ചിന്താ ജെറോം ബോധപൂർവം മറന്നുപോകുന്ന ചില കാര്യങ്ങളുണ്ട്. കോവിഡ് കാലത്ത് കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിനുള്ളിൽ വെച്ച് പീഡിപ്പിച്ച ക്രിമിനലും DYFIക്കാരനായിരുന്നു എന്ന വസ്തുതയാണ് ചിന്ത ഇവിടെ ബോധപൂർവം മറന്നുപോകുന്നത്. എന്നാൽ ചിന്തയുടെ മറവി മലയാളികൾക്കില്ലാത്തതിനാൽ തന്നെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്: ചിന്താ ജെറോമിൻ്റെ ഈ തട്ടിപ്പിലൊന്നും ഒരു മലയാളിയും വീഴില്ല. ചിന്താ ജെറോം വീണ്ടും സമരവുമായി തെരുവിലിറങ്ങിയാൽ കേരള പോലീസിൻ്റെ തല്ലുവാങ്ങിക്കൂട്ടാം എന്നുള്ളതല്ലാതെ ഈ സർക്കാരിന് ഒരു ചുക്കും സംഭവിക്കുകയില്ല എന്നതും വസ്തുതയാണ്. ഇത് ചിന്തയുടെ മാത്രം പോരായ്മയാണ്. ചിന്തയെ മുന്നോട്ട് നിർത്തുന്ന CPMൻ്റെയും DYFIയുടെയും രാഷ്ട്രീയത്തിൻ്റെ പോരായ്മയാണ്. പ്രതിപക്ഷത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നല്ല പറഞ്ഞു വരുന്നത്. നേരെ മറിച്ച് ചിന്തയെപ്പോലെ ജനങ്ങൾ വെറുക്കുന്നവരെ മുന്നിൽ നിർത്തി പ്രതിപക്ഷമായി ആക്ട് ചെയ്യാനിറങ്ങിയാൽ അത് ജനം സ്വീകരിക്കില്ല എന്നാണ്. ഏതൊക്കെയാണെങ്കിലും ചിന്താ ജെറോം DYFI ജില്ലാ സമ്മേളന വേദിയിൽ തീപ്പൊരിയാകുവാൻ വേണ്ടി നടത്തിയ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. എല്ലാ വർഗീയവാദികൾക്ക് മുമ്പിലും മുട്ടിടിക്കാതെ ആവേശത്തോടുകൂടി നിന്ന് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം പറയുന്ന യുവജന പ്രസ്ഥാനത്തിന്റെ പേരാണ് DYFI. ഈ മെയ് 4-ാം തീയതി എല്ലാ ജനാധിപത്യ മതനിരപേക്ഷവാദികളുടെയും മനസ്സിൽ വേദന കടന്നുകൂടിയ ദിവസമാണ്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇടതുപക്ഷത്തിന് നാം പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഞങ്ങൾ ഈ നാടിനോട് വളരെ വിനയത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പരാജയപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ കരഞ്ഞ് കണ്ണീരൊഴുക്കി വീടുകളിലേക്ക് പോവുകയല്ല DYFIയുടെ പ്രവർത്തകർ ചെയ്തത്. നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മുറിക്കകത്ത് കടച്ചിട്ടവരല്ല DYFIക്കാർ. ഇനി രാഷ്ട്രീയ പ്രവർത്തനം വേണ്ട എന്ന് പറഞ്ഞ് രോമാഞ്ചറി കാണാൻ പോയവരല്ല DYFIക്കാർ. മെയ് 4-ാം തീയതി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ശ്രദ്ധപൂർവ്വം പരിശോധിച്ചു നോക്കൂ. തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്ന് ഇടതുപക്ഷത്തിന് കനത്ത പരാജയം ഉണ്ടായപ്പോഴും കേരളത്തിൽ ഉച്ചയ്ക്ക് ഏതെങ്കിലും സർക്കാർ ആശുപത്രിയിലെ പൊതിച്ചോറ് വിതരണം മുടങ്ങിയിട്ടുണ്ടോ? ഇല്ല, മുടങ്ങിയിട്ടില്ല. അതിന്റെ ഉത്തരമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പരാജയമോ വിജയമോ ഞങ്ങളുടെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒന്നല്ല, മറിച്ച് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം മാനവികതയുടെ മുദ്രാവാക്യമാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് ലോകത്തെവിടെ വേദനിക്കുന്ന മനുഷ്യനുണ്ടോ ആ മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന വിശ്വമാനവികതയുടെ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് തന്നെയാണ് വയറരിയുന്നവരുടെ മിഴി നിറയാതിരിക്കാൻ ഓരോ വീടുകളിലും ചെന്ന് പൊതിച്ചോറ് ശേഖരിച്ച് ഒരു മുടക്കവുമില്ലാതെ സർക്കാർ ആശുപത്രിയിലെ പാവപ്പെട്ടവന് ചോറ് കൊടുക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമായി ഈ സംഘടന നിൽക്കുന്നത്. ഏറ്റവും അധികം രക്തം ദാനം ചെയ്യുന്ന സംഘടനയായി ഈ സംഘടന നിൽക്കുന്നത്. ഏറ്റവും അധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്ന സംഘടനയായി ഈ സംഘടന നിൽക്കുന്നത്. കോവിഡ് കാലത്ത് ബന്ധുക്കൾ അടുത്തെത്താതിരിക്കുമ്പോൾ ആ രോഗികളെ ചേർത്തു പിടിക്കുകയും അങ്ങനെ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ അവരുടെ ശവസംസ്കാരം നടത്താൻ PP കിറ്റിട്ടുകൊണ്ട് രംഗത്തിറങ്ങി വന്ന പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഘടനയുടെ പേരാണ് പ്രിയപ്പെട്ടവരെ DYFI. അതുകൊണ്ട് DYFI എന്ന് പറയുന്ന ഈ സംഘടന അത് ഈ നാടിന്റെ ഏറ്റവും വലിയ കരുത്തായി നിലനിൽക്കുകയാണ്. ഇവിടെ പലരും പറഞ്ഞു, ഉദ്ഘാടന പ്രസംഗത്തിൽ സഖാവ് MP രാജേഷ് വ്യക്തമായി സൂചിപ്പിച്ചു, ഇവിടെ പല ബുദ്ധിജീവികളും പറഞ്ഞു ഇടതുപക്ഷം അധികാരത്തിൽ വരാതിരുന്നാൽ അത് ഇടതുപക്ഷത്തിന് തന്നെ നല്ലതാണ്. എന്തു വലിയ പ്രയോഗമാണ് നടത്തിയത് എന്ന് നമുക്കറിയാം. കുറച്ചുകൂടി അതിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ശ്രീ AK ആന്റണി പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടി ഇടതുപക്ഷത്തെ തൽക്കാലം അധികാരത്തിൽ നിന്നും താഴെ ഇറക്കണമെന്ന്. അങ്ങനെ ഒരു ചേഞ്ച് ആഗ്രഹിച്ചുകൊണ്ട് ഒരു മാറ്റം വേണമെന്ന് പറഞ്ഞവർക്ക് മുമ്പിൽ എന്തു മാറ്റമാണ് കേരളത്തിൽ ഇന്നുണ്ടായിരിക്കുന്നത്? കേരളത്തെ പിന്നോട്ട് നയിക്കുന്ന മാറ്റമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഓരോ വസ്തുതകളും ഓരോ മേഖലകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കേരളത്തിനകത്ത് കേവലമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു വിജയത്തിന്റെ പേരിൽ ഈ നാടിന്റെ പുരോഗതിയെ, ഈ നാടിന്റെ മതനിരപേക്ഷതയെ, ഈ നാടിന്റെ കേരള മാതൃകയെ പിന്നോട്ടടിക്കാനാണ് കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയും UDF-ഉം പരിശ്രമിക്കുന്നതെങ്കിൽ അത് കണ്ട് നിശബ്ദരായിരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. ശ്രീ AK ആന്റണിയോട് തന്നെ ശ്രീ VD സതീശൻ ചോദിച്ചു നോക്കണം,